Dr. Varghese. Hello. Hello. Dr. Krishnan. Pleased to meet you. Dr. Suresh. How do you do? ഇവരെല്ലാം ഇവിടുത്തെ സ്റ്റാഫാണ്. They are all my children. Namaste. ജോമോൻ വാ. നിങ്ങൾ എല്ലാവരും ഡ്യൂട്ടി റൂമിലേക്ക് പോയിക്കോളൂ. ഡോക്ടർ വർഗീസ്, യു മേ കം. ഇതാണ് ജോമോന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത റൂം. അതായത് അമ്മാമ്മ എന്നെ തളച്ചിടാൻ വേണ്ടി തയ്യാറാക്കിയ ആശുപത്രി തടവറ. എന്താ ഡോക്ടർ? ദേ, നീ നാക്ക് വളച്ച് വേണ്ടാത്തൊന്നും പറയരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മുറിയിൽ നിനക്കിനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഈ മുറിയില് ഡോക്ടർ വർഗീസ്, നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തായിട്ട് ഒരു TV വെക്കാം. ഹോസ്പിറ്റലിൽ ടിവിയോ? എന്തായാലും ഇവിടെയാണ് എനിക്ക് അമ്മാമ്മയോട് യോജിപ്പില്ലാത്തത്. ആശുപത്രിയിൽ TV വെക്കാൻ പാടുന്ന ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ഇത് ആശുപത്രിയായിട്ട് തോന്നരുത്. അതാണ് ആശുപത്രി. എക്സാക്ട്ലി. നീ ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടുകാരെ മുഴുവനും വെള്ള അടിപ്പിച്ച് വെളുപ്പിക്കാന്നൊന്നും നോക്കണ്ട. Come on, let us have a look at the wards. മോൻ ഇങ്ങോട്ട് ഇരിക്കേ. ഞാൻ ഇരിക്കാം. മോൻ ഇന്ന് ഇരിക്കേ. ഇപ്പൊ വേണ്ട അമ്മ, ഇപ്പൊ വേണ്ട. വാട്സിലേക്ക് വാ പ്ലീസ്. പ്ലീസ് അമ്മ, come on. മെയിൻ്റെനൻസ് ഒന്നും പോരാ. ഡോക്ടർ സൂപ്രണ്ടോട് പറഞ്ഞേക്കണം. കേട്ടോ ജോമോനെ? ജോമോനെവിടെ? കൂടെ ഉണ്ടായിരുന്നല്ലോ. ജോമോനെ അറിയാം. ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? കണ്ട ചോള സന്തോഷം. ഇനിയും കാണാം. ശരി. അളിയാ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നത് ഈ ആലീസ്. അന്ന് ഇവിടെ അസലായി പാടും, നന്നായി ഡാൻസ് ചെയ്യും. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയാണ് അമ്മാമ്മ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. അമ്മാമ്മ ബുദ്ധിയുള്ള സ്ത്രീയാ. ആലീസിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. എങ്ങനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഒപ്പിച്ചെടുത്താൽ ആലീസുമായി പഴയ വീരകഥകളൊക്കെ പറഞ്ഞ് രസമായിട്ട് അങ്ങ് കൂടാ. അമ്മമ്മ, ഇന്ന് ഹമീദ് എന്നോടൊരു കാര്യം ചോദിച്ചു. എടാ, നിന്റെ അമ്മാമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ആശുപത്രി ഉണ്ടാക്കി വെച്ചു, നീ ആയിട്ട് നിന്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അതൊന്നും നീ സാരമാക്കണ്ട. ഞാൻ സാരമാക്കും. ഞാൻ അമ്മാമ്മയുടെ വലങ്കയായിട്ട് നിൽക്കേണ്ട ആളല്ലേ. അമ്മാമ്മ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാനുള്ള സമയമാണോ ഇത്? ഞാനും പിന്നെ ആലോചിച്ചു, നീ റിലാക്സ് ചെയ്യേണ്ട പ്രായമായത്. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാനൊക്കൂ. നാളെ പെണ്ണ് കെട്ടി കുട്ടികളൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞാൽ വിട്. അമ്മാമ്മ പറഞ്ഞിട്ടും ജോയിൻ ചെയ്യാത്ത അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മോൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ ആശുപത്രി ജോലി ചെയ്യും. മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണോ? ഇന്നു മുതൽ. നീയാണ് കാരണം. എനിക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ KD ജെയിംസിനെ ഓർമ്മയുണ്ടോ? കൊള്ളാം. അതേ ഉസിര്, അതേ വാശി. അതേ ആലീസ്, അതേ അതേ ആലീസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി ഷർട്ട് ഇടൂ. ഓ, ഐ എം സോറി. ഏത് ഷർട്ട്? എനിക്ക് കാപ്പി ഇഷ്ടമാണ്. കാപ്പി കളറും ഇഷ്ടമാണ്. ഓർമ്മയുണ്ടോ കോളേജ് ഡേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻ റൂമിലേക്ക് ഓടി വന്നത്? മെഡിക്കൽ സമരത്തിൽ കല്ലേറ് കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ 1/2 ഡസൻ ഓറഞ്ചുമായി എന്നെ കാണാൻ വന്നത്. എന്റെ അനിയന് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി എന്നോടൊപ്പം ബിഷപ്പ് പാലസിൽ വന്നത്. ഉണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നമുക്കിതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കണം. ഇനിയുള്ള നൈറ്റ് ഡ്യൂട്ടികൾ അതിനുള്ളതാണ്. ആശുപത്രിയിലോ രോഗികൾക്കിടയിലോ? എന്റെ ആശുപത്രിയിൽ രോഗികളില്ല. എല്ലാവർക്കും ആഹ്ലാദം. ഡോക്ടർക്ക് ആഹ്ലാദം, സിസ്റ്റർക്ക് ആഹ്ലാദം, രോഗിക്ക് ആഹ്ലാദം, രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം. എന്തിന്? പ്രാണരക്ഷാർത്ഥം ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം.
നാളെ വിളിക്കൂ. ഗുഡ് ഈവനിങ് ഗുഡ് ഡോക്ടർ. ഈവനിങ്. ദിസ് ഇസ് വെരി ബാഡ്. അച്ചടക്കം എന്ന് പറയുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. 9 മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട സ്റ്റാഫ് നഴ്സ് 9 മണിക്ക് ജോയിൻ ചെയ്തിരിക്കണം. വെരി സാലീസ്. ഇന്ന് ഞാനാണ് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിക്ക്. അതങ്ങനെ? ഇന്നലെ അവരായിരുന്നല്ലോ. അത് മാഡം ഫോൺ ചെയ്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതാ. ഓ, അത് ശരി. അയ്യോ കഷ്ടം. നീ ലണ്ടനിലല്ല എവിടെ പോയി പഠിച്ചിട്ട് എന്താ കാര്യം? നീ മനസ്സിൽ കണ്ടത് അമ്മമ്മ മരത്തെ കണ്ടില്ലേ? ആ, നീ എന്താ പറയാനുള്ളത് പറഞ്ഞത്? ആ, അളിയൻ ദേഷ്യപ്പെടരുത്. കാര്യം പറ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആ, നിന്റെ വീട്ടിലൊന്ന് കയറി. ആ. അപ്പൊ അവിടെ ഐഷ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ സമ്മതം കൂടാതെ കൂടാതെ ഐഷയ്ക്ക് ഒരു പ്രസന്റേഷൻ കൊടുത്തു. എന്ത് പ്രസന്റേഷൻ? പ്രസന്റേഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു സമ്മാനം. വാ നമുക്ക് പോയി കാണാം. കമാൺ കമാൺ. ഐഷ, എന്താ ജോമന നീ കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇതെല്ലാം കുറച്ച് കൂടുതല മോനെ. അത് ഞാനല്ലേ നിശ്ചയിക്കണ്ടേ. സമ്മാനത്തിന്റെ മാത്രം വില നോക്കാൻ പാടില്ല. ഓക്കെ? എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അതേ ഞാനിപ്പോ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങാനും നോക്ക, എനിക്ക് കടലമ്മ മാത്രമേ ഉള്ളൂ എന്ന് എന്റെ മുമ്പിലെങ്ങാനും വെച്ച് പറഞ്ഞാലുണ്ടല്ലോ ഒട്ടിച്ച് നിന്റെ അളിയാ. ഐഷയല്ലേ ചുമക്കുന്നത്? അതെ. നീ അവളെ കൊണ്ടൊന്ന് വിളിക്കും. ഐഷ, ഇങ്ങോട്ടിരിക്കും. ആ ഇരിക്കെ. ഐഷേ, നിനക്ക് എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? കൂടെ കൂടെ വരും പോവും. പനി വരാറുണ്ടോ? ചിലപ്പം. നാക്ക് ആ ചുമയ്ക്കുമ്പോ നെഞ്ചിനകത്ത് വേദന ഉണ്ടോ? ചുമക്കുമ്പോ നെഞ്ചിനകത്ത് നല്ല സുഖമാ. കയറി പോടിയത്. ഹമീദെ, ആരുടെ അസുഖം തമാശ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോ? നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം. നീ എന്ന് മുതൽ ആശുപത്രിക്ക് രോഗികളെ ചാക്കിട്ട് പിടിക്കാൻ തുടങ്ങിയത്? അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, ചിലപ്പോ ചോര തുപ്പും. പക്ഷെ തടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അത് ഈ കടക്കാരന്റെ കുഴപ്പമാണ്. ഹമീദെ, ഇത് അങ്ങനല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്നത് നീ കേക്ക്. തൽക്കാലം നീ വീട്ടിലേക്ക് പോ. ആ അമ്മാമ്മ പാവം വയസ്സായിരിക്കുക. ഉള്ള സമയം കുറച്ചു നേരം നീ അവരുടെ കൂടെ ഇരിക്കുക. ഇല്ല കഷ്ടമാണ്. എന്നാ ഞാൻ പോയിട്ട് നാളെ രാവിലെ കൊണ്ടുവരാം. രാവിലെ ഞാൻ പൂന്തുറയ്ക്ക് പോകും. എന്നാ ഉച്ചയ്ക്ക് വരാം.